മഞ്ജു വാര്യരും ദിലീപും ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ജോഡികളായിരുന്നു. പിന്നീട് അവർ പ്രണയിച്ച് വിവാഹം ചെയ്തു. എന്നാൽ 14 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ചപ്പോൾ മലയാള സിനിമയിൽ മറ്റൊരു വേർപിരിയലിനും കിട്ടാത്ത അറ്റൻഷനാണ് രണ്ടുപേർക്കും കിട്ടിയത്. വിവാഹമോചനത്തിന് ശേഷം ദിലീപ് കാവ്യയെ വിവാഹം ചെയ്തു. മഞ്ജു തൻ്റെ സിനിമകളുമായി തിരക്കിലുമായി. വേർപിരിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കാണാൻ സാധ്യതയുള്ള പല പരിപാടികളും ചടങ്ങുകളും രണ്ടുപേരും ഒഴിവാക്കിയിരുന്നു. അഭിമുഖങ്ങളിലൊന്നും കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല. അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രം കൂടെ അഭിനയിച്ച ആളെന്ന നിലയിൽ സംസാരത്തിനിടയിൽ പരസ്പരം പേരുകൾ വന്നുപോയിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു തുറന്ന സംസാരമായിരുന്നില്ല. 2014 ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹമോചനം. അതിനു മുൻപുള്ള അഭിമുഖങ്ങളിലെല്ലാം തൻ്റെ ഭാര്യ എന്ന നിലയിലെ മഞ്ജുവിനെക്കുറിച്ച് ദിലീപ് വളരെ സ്വതന്ത്രമായി സംസാരിക്കുമായിരുന്നു. ഇപ്പോഴിതാ ഒരു ദശകത്തിനപ്പുറം അത്രയേറെ സ്വാതന്ത്ര്യത്തോടെ ദിലീപ് മഞ്ജുവിനെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ വൈറലാവുകയാണ്. പക്ഷേ സംസാരിച്ചത് തൻ്റെ നായിക എന്ന നിലയിലാണ്. പവി കെയർടേക്കർ എന്ന ചിത്രത്തിൻ്റെ പ്രമോഷന്റെ ഭാഗമായി റെഡ് FM-ന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദിലീപ്. ഈ സിനിമയിൽ ദിലീപിനൊപ്പം 5 പുതുമുഖ നായികമാർ മലയാളത്തിലേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിൽ ദിലീപിനൊപ്പം തുടക്കം കുറിച്ച നടിമാരെക്കുറിച്ച് സംസാരിക്കവെയാണ് മഞ്ജുവിനെക്കുറിച്ചുള്ള ചോദ്യവും വന്നത്. മഞ്ജുവിനെ ആദ്യമായി കണ്ടതിനെക്കുറിച്ചാണ് ദിലീപ് പറഞ്ഞത്. ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഞാൻ ആദ്യമായി മഞ്ജുവിനെ കണ്ടത്. സല്ലാപം എന്ന ചിത്രത്തിനു വേണ്ടി ലോഹിതദാസ് സാറാണ് പരിചയപ്പെടുത്തിയത്. മഞ്ജുവിനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ നല്ല പൊക്കമൊക്കെ തോന്നും. അപ്പോൾ ഞാൻ അറിയാത്ത മട്ടിൽ സാറിൻ്റെ അടുത്ത് പോയി, സാറേ എനിക്ക് പൊക്കമുണ്ടോ എന്ന് ചോദിച്ചു അത്രേ. ആ സിനിമയിൽ നിന്നാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറിയത്, ദിലീപ് പറയുന്നു.